അങ്ങനെയുണ്ടല്ലോ വാപ്പാക്ക്, ഓ നല്ലോനാ, മറ്റവനിക്ക് അത്ര വിശ്വാസമല്ല, അങ്ങനെ പറയില്ല ചില മക്കളെ കുറിച്ച്. അപ്പോൾ ദുനിയാവിൽ അങ്ങനെ ഉണ്ടാവും. അതിനൊക്കെ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുണ്ട്, അതിനെപ്പറ്റിയല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ ഖൈറുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എടുത്തു വെച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ഹദീസാണ് കേട്ടോ. എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് നന്മയുള്ളത് ഖിയാമത്ത് നാൾ വരെ. അതാണ് ഹദീസ്. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു ആ ഖൈറിൻ്റെ അഹ്ലുകാരിൽ നമ്മളൊക്കെ ചേർത്തി തരട്ടെ. ഒരുപാട് പ്രാർത്ഥനയുടെ വസീയത്തുകൾ ഈ സദസ്സിലുണ്ട്, ഇവിടെ ഏൽപ്പിച്ചവരുണ്ട്, എന്നോട് വന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹു പേപ്പറിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഖൽബിൻ്റെ സിഗ്നൽ അള്ളാഹുവിൻ്റെ സന്നിധാനത്തേക്ക് റബ്ബിലേക്ക് എത്തും. അള്ളാഹു നമ്മുടെ ഹലാലായ ഖൈറായ ജായിസായ നമ്മുടെ മുറാദുകളൊക്കെ ഉണ്ടാവില്ലേ, ദുന്യവിയായത് ഖുറവിനെ എല്ലാം ഖൈർ തന്നെ. അള്ളാഹു മഹദായ ഫദ്ല് കൊണ്ട് അത്തരം മുറാദുകളെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഹവാജിസുകളും ചില മവാനിഅകളുണ്ടാവും, തടസ്സങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. അള്ളാഹു നമ്മെ ഇസ്സത്തിലാക്കി തരട്ടെ. അള്ളാഹു നമ്മെ ഇസ്സത്തിലാക്കി തരട്ടെ. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ഹലാല് കൊണ്ട് റബ്ബ് ഐശ്വര്യം തരട്ടെ. നമ്മുടെ ശരീരങ്ങൾക്ക്, നമുക്ക് മാതാപിതാക്കൾക്ക് ഒക്കെ അള്ളാഹു ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും തഖ്വയും ഖൽബിൽ ഈമാനിൻ്റെ വെളിച്ചവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഇന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ ആണ്ട് ദിവസങ്ങളാണ്, അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ മരണപ്പെട്ടവർ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബറുകളൊക്കെ കണ്ണെത്താ ദൂരത്തേക്ക് റബ്ബേ നീ വിശാലമാക്കി കൊടുക്കണേ. വലിയ രോഗങ്ങളിൽ കഴിയുന്നവരുണ്ട്, ഡോക്ടർമാർക്ക് അത് വലിയ രോഗമാണ്, നാട്ടുകാർക്കും വലിയ രോഗമാണ്, ആ വ്യക്തിക്കും അങ്ങനെ തന്നെ. പക്ഷേ വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അള്ളാഹുവിനത് ശിഫയാക്കി കൊടുക്കലൊരു പ്രയാസവുമില്ല. ഏത് ക്യാൻസറോ ട്യൂമറോ ഇനി വലിയ കിഡ്നി ഫെയിലിയറോ എന്തോ ആകട്ടെ, അള്ളാഹുവേ നീ ആ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. ജബ്ബാറാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. കൊണ്ടോട്ടിയിലെ ഡയാലിസിസ് സെൻറ്റർ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടെ നടക്കുകയാണ്. ഒരുപാട് രോഗികൾക്ക് മാഷാ അല്ലാഹ് 246 രോഗികൾ, 40 ലക്ഷത്തിലേറെ ഒരു മാസം ചെലവ്. അവിടെ ഡെയിലി ചികിത്സ തേടി പോകുന്ന എത്രയോ രോഗികൾ. എത്ര നമ്മളെ കപ്പാസിറ്റി ഡെയിലി? എത്ര കപ്പാസിറ്റി? 120. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തൊന്നും അത്ര ഒരു ഡയാലിസിസ് കപ്പാസിറ്റി ഉള്ള സ്ഥാപനം ഇല്ല, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും ഇല്ല. അവിടങ്ങളിലൊക്കെ വരുന്ന രോഗികൾ അള്ളാഹുവിന് ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റിലും ഒക്കെ കഴിയുന്ന ഒരുപാട് പ്രായമുള്ളവരും ചെറിയവരും ചെറിയ കൊച്ചുമക്കളും. ഞങ്ങൾക്ക് പരിചയമുള്ള അഫ്സൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, തെക്ക് അങ്ങോട്ട് തിരുവനന്തപുരത്ത് കാരണം, പക്ഷേ ഇപ്പോൾ താന്നൂർ ഭാഗത്ത് താമസിക്കുന്ന മോൾക്ക് വലിയ പ്രയാസം. ഒരു വീഡിയോ വിട്ടെന്ന് കാണാൻ തന്നെ പറ്റിയില്ല. അത്രയും വേദനിക്കുന്ന ഒരവസ്ഥയിൽ ആ കുട്ടിക്ക് നാളെ ഓപ്പറേഷനാണ്. അള്ളാഹുവെ ഈ മഹാൻ്റെ മദദ് കൊണ്ടും അള്ളാഹുവെ ഈ സദസ്സിൻ്റെ ഫദല് കൊണ്ടും ഹബീബായ നബി തങ്ങളുടെ ഹക്ക് ജാഹ് വറക്കത്ത് കൊണ്ടും ആ കുട്ടിക്കും എല്ലാ രോഗികൾക്കും റബ്ബേ നീ ശിഫ നൽകണേ പടച്ചവനെ, നീ ശിഫ നൽകണേ പടച്ചവനെ. നമ്മളിവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി, ആഫിയത്തും സിഹത്തും സലാമത്തും നമ്മുടെ ശരീരത്തിനും റൂഹിനും രേഖപ്പെടുത്തപ്പെട്ടവരായി അള്ളാഹു നമ്മെ സലാമത്തിൽ നമുക്കിന്ന് പിരിയാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ആഖിലുൽ കാമിൽ മൻ സലുഹ മഅൽ ഫാജിരിൽ ജാഹിൽ. വിവരമില്ലാത്ത തെമ്മാടികളായ ആളുകളുടെ ഇടയിൽ 5 നേരം നിസ്കരിച്ച് അവർ കള്ളുടിക്കുമ്പോൾ ഞാനതിനില്ല, അവർ മയക്കുമരുന്നും പൊടിയും പരിപാടിയൊക്കെ ഉണ്ട്, ഞാനതിനില്ല, എന്നതിന് കിട്ടൂല എന്ന് പറഞ്ഞ് വിവരക്കേടും അറിവില്ലായ്മയും മാത്രമല്ല ദുൽമ ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന, മുഴുവൻ നേരം വേണ്ടാത്ത വീഡിയോയും സിനിമയും പാട്ടും കൂത്താട്ടവുമായിട്ട് നടക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങളൊരു സ്വാലിഹായ നല്ല മനുഷ്യനായി ജീവിക്കുന്നുണ്ടെങ്കിൽ മോനെ നീ അൽ ആഖിലുൽ കാമിൽ, നിന്നെപ്പോലെ ബുദ്ധി പരിപൂർണനായ ഒരാൾ വേറെയില്ലെന്ന് അർവാഹുകളുടെ അർബാബുകൾ അറിയപ്പെടുന്ന മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇന്ന് നമ്മുടെ മക്കൾക്ക് ബുദ്ധി വേണമെന്ന് ആഗ്രഹിക്കൂലേ? പല മരുന്നുണ്ട് ബുദ്ധി കൂടാൻ. പക്ഷേ ബുദ്ധി കൂടാൻ ദീൻ വെച്ച മരുന്ന് സ്വലാഹാൻ, നുണ പറയാതിരിക്കുക, സത്യസന്ധത പാലിക്കുക. അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ നേരമായാൽ ആ സമയത്തും നിർബന്ധമായത്, അത് കഴിഞ്ഞാൽ നഫിലായ സുന്നത്തായ ഇബാദത്തിലും ദിക്റിലുമായി പടച്ചതമ്പുരാൻ്റെ ഓർമ്മയിൽ കഴിയുന്നു. പക്ഷെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ജാഹിലീങ്ങളാണ്, വിവരമില്ലാത്തവരാണ്. അത് മാത്രമാണെങ്കിൽ സഹിക്കാമായിരുന്നു. തെമ്മാടികളും ഫാജിറുകളുമാണ്. അവർക്കിടയിൽ ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനി എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനത്തെ ചില സ്വാലിഹീങ്ങൾ നമ്മുടെ ഇടയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്. വെള്ളിയാഴ്ച ദിവസം
മഹാനായ ഔഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പള്ളിയിലേക്ക് പോകുമ്പോൾ മഹാനായ യൂനുസ് എന്ന് പറഞ്ഞ യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ചോദിച്ചു, കൈഫ അൻത കൈഫ ഹാലുക്, എങ്ങനെയുണ്ട് ഔഫ് എന്നവരെ, സുഖാണോ, റാഹത്തന്നല്ലേ എന്ന് ചോദിച്ചപ്പോഴേ മഹാനവറുകൾ പറഞ്ഞു, അബുസ്സിവാറുൽ അദവി റഹ്മത്തുള്ളാഹി അലൈഹിയോട് എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാൻ കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അബുസ്സിവാറുൽ അദവി തങ്ങളോട് റാഹത്തന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അകുല്ലു ഹാലിക സ്വാലിഹ്, മഹാനോട് ചോദിച്ച ചോദ്യം ഇത്, അങ്ങക്ക് എപ്പോഴും റാഹത്ത് തന്നെയാണോ, നിങ്ങളുടെ എല്ലാ അവസ്ഥകളും നന്മയിൽ തന്നെയാണോ, ഖൈറിലാണോ, സ്വലാഹിലാണോ എന്ന് ചോദിച്ചപ്പോൾ ലൈത ഉശ്റുഹു യസ്ലുഹ്, ഇങ്ങനെ എൻ്റെ മുഴുവൻ സമയം നല്ല ഖൈറിലാണ്, അത്രയൊന്നുമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത്, കൊതിച്ചു പോകുന്നത് എൻ്റെ അവസ്ഥയുടെ 10-1, 10 മണിക്കൂർ ഉണർന്ന് നടക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം മുഴുവനായിട്ടും അള്ളാഹുവിൻ്റെ ചിന്തയിൽ. ഞങ്ങള് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരുടെ മജ്ലിസിൽ വന്നിരിക്കുകയാണ്. ആ മജ്ലിസിൽ ഒരുപാട് ഹദീസുകളുടെ ചർച്ച നടക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ മുഹദ്ദിസാണ്, സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളും മുഹദ്ദിസാണ്. പക്ഷേ ഒരു മുഹദ്ദിസ് അടുത്ത മുഹദ്ദിസിന്റെ ഹദീസ് കേൾക്കാൻ വേണ്ടി മജ്ലിസിൽ വന്നിരിക്കും. ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. ബഹുമാനപ്പെട്ട കുട്ടിയസന്താരമി ഉസ്താദ് ശംസുൽ ഉലമന്റെ കൂടെ നബറല്ലാഹു മർഖദഹു ഖദ്ദസല്ലാഹു സിറഹ് ഒരു നിഴല് പോലെ ജീവിച്ച മഹാൻ ബാപ്പു തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അലിയസർ ബാക്കവി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പേരറിയാത്ത എത്രയോ ഉസ്താദുമാർ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട്, മേലിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇരിക്കണ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പഠിക്കാനാണെന്ന്? ഒരിക്കലും അല്ല. അവരിയ്ക്കണത് മജ്ലിസിൻ്റെ കൂലി കിട്ടാനാണ്. അവർക്കൊന്നും അറിയാത്തതും കേൾക്കാത്തതും നല്ല നമ്മളിവിടെ പറയാൻ പോകും. ഇനി ഏത് ഉസ്താദ് വേല പറഞ്ഞാലും അത് പോലും കേട്ടതും പഠിച്ചതും ദർസ് നടത്തുന്നതും ആയിരിക്കും. പക്ഷേ അവർ അങ്ങനത്തെ ഒരു മജ്ലിസിലിരിക്കുന്ന ഒരു മജ്ലിസിനൊരു കൂലിയുണ്ട്. അത് മജ്ലിസിൽ ഇരുന്നാൽ തന്നെ കിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് ഇങ്ങനെ ലിങ്ക് ഓപ്പൺ ആക്കിയാലൊന്നും കിട്ടൂല. അത് മജ്ലിസിൽ തന്നെ പോയാൽ ആ കൂലി അവർക്കുള്ളതാണ്. ആ ഒരു മജ്ലിസിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി വലിയ വലിയ മുദരിസുമാരും ഉസ്താദുമാരൊക്കെ എന്ത് ചെയ്യും? ഇൽമിന്റെ മജ്ലിസിൽ മുതഅല്ലിമ വേല പറയുകയാണെങ്കിൽ അവിടെ പോയി ഇരിക്കും. അതവർക്ക് എൽമ് കിട്ടാനോ അറിവില്ലാത്തത് കൊണ്ടോ അല്ല, അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഒന്ന്, അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരമുള്ളവർക്ക് ഇരിക്കാൻ തോന്നൂല. ഞാൻ ഇപ്പോൾ വലിയ മൂലയരായിട്ട് ഇവിടെ പോയിരുന്ന എന്താ മനുഷ്യന്മാർ എന്ന് തോന്നുന്ന അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഏറ്റവും നല്ല സജ്ജനങ്ങളെ അത് ചെയ്യൂ. പിന്നെ ഇങ്ങനെ ഒരു പുണ്യമുണ്ട്, എനിക്ക് അവിടെ ഇരുന്നാൽ അതൊരു സ്വാലിഹീങ്ങളുടെ ഒത്തുകൂടലാണ്. അവിടെ ചെല്ലുന്ന ആമീനിൽ ഉത്തരണ്ടാവും. ആ ആമീൻ അള്ളാഹുവിൻ്റെ അർശിലേക്ക് എത്തും. അള്ളാഹു അത് കബൂൽ ചെയ്യും. അള്ളാഹു സന്തോഷത്തിൻ്റെ നോട്ടം, ഈ സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ നോട്ടമുണ്ട് എന്ന് ചിന്തിക്കുന്നവരെ അങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരുടെ മജ്ലിസിൽ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതനാണ്, ആലിമാണ്, മുദരിസാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ സൂഫിയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഈ പറയുന്നതൊക്കെ ആ മഹാനുമായി നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരാണ് തുടങ്ങി, പണ്ഡിതന്മാരെ തിരുത്താൻ തുടങ്ങി. കുൻതും മആശിറൽ ഉലമാ, നിങ്ങൾ ആലിമീങ്ങൾ എന്ന് പറഞ്ഞ്. അപ്പോൾ വലിയ അന്നത്തെ വലിയ മുദരിസും അന്നൊരു സമസ്ത ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കും ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ. ആ പവറിലിരിക്കുന്ന മഹാനാണ്. മൂപ്പര് ഇരുത്തിയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ പണ്ഡിതന്മാർ, കുൻതും സുറുജൽ ബിലാദ് ഇസ്തളാഉ ബിക്കും, ഈ നാടിൻ്റെ വെളിച്ചമായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ വെളിച്ചം കണ്ടിട്ടാണ് ഈ നാട്ടിലെ വെളിച്ചം ഉണ്ടായത്. ഫസുറുത്തും ഗുൽമ, ഇപ്പം നിങ്ങൾ ഇരുട്ടായി മാറിയിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ മിണ്ടാണ്ട് കേൾക്കേട്ടോ. ഒരു സൂഫിയായ മനുഷ്യൻ ഒരു ആലിമിനെ തിരുത്തും. അത് ഔലിയാക്കന്മാരിൽ ആലിമീങ്ങളെ തിരുത്തുന്ന ഔലിയാക്കന്മാരുണ്ട്. മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങനെയാണ്. അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഷെയ്ഖ് അഹ്മദ് സറൂഖ് തങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, ബഹുമാനപ്പെട്ടവർ മുഹ്തസിബുൻ ലിൽ ഉലമാഇ വസ്സൂഫിയ്യ. അവിടെ മുഹ്തസിബ് എന്ന് പറഞ്ഞാൽ തിരുത്തുന്ന ആളെന്നാണ്. സൂഫിയാക്കളെയും പണ്ഡിതന്മാരെയും തിരുത്താൻ കഴിവുണ്ടായിരുന്ന ആളാണ് ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അതെല്ലാരെ കൊണ്ടും കഴിയില്ല. പണ്ഡിതന്മാർക്ക് സാധാരണക്കാരെ തിരുത്താൻ എളുപ്പമാണ്. പക്ഷെ ഒരു പണ്ഡിതനെ തിരുത്തുക അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു സൂഫി ഒരു പണ്ഡിതനെ തിരുത്തുമ്പോൾ അവിടെ വലിയ ചോദ്യം വരും. മൂപ്പര് മുദരിസൊന്നും അല്ലല്ലോ, മൂപ്പര് എത്ര കിതാബ് ഓതിയിട്ടുണ്ട്. അതൊക്കെ ഇബ്ലീസിൻ്റെ ഒരു കിബർ കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു അംഗീകരിക്കാൻ പ്രയാസം വരും.
ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ പറയാ, നിങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ സദസ്സിൽ പറയാൻ തുടങ്ങി, നിങ്ങൾ വിളക്കുകളായിരുന്ന ഒരു കാലത്ത്. ഏതായി പറയണത്? ഇവിടുന്ന് 1100 1200 കൊല്ലം മുമ്പുള്ള കഥയപ്പം ഞാൻ പറയുന്നത്. അന്നത്തെ ആലിമീങ്ങളെ സംബന്ധിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ ആലിമീങ്ങൾ അങ്ങനെ ആവണം എന്ന് ശഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്വഹാബികളെ പോലെയാണോ? ആണോ? അന്നത്തെ പോലെ ഇന്നത്തോരായിട്ടില്ലല്ലോ. എന്നാൽ അന്നത്തെ ആൾക്കാരന്മാരെയാണോ നിങ്ങൾ എന്ന് അവരോട് ചോദിക്കണം. തബാദറു അതഅമ്മറു ലക്കും എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണാധികാരിയാണ്, ക്രൂരനാണ്. കഫാ ബിഹി ളാലിമ എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ഇപ്പം അക്രമി തന്നെയാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിങ്ങളുടെ മുമ്പല്ലേ സിദ്ദീഖ് എന്നവർ കഴിഞ്ഞു പോയത്, ഉമർ എന്നവർ കഴിഞ്ഞു പോയത്, ഉസ്മാൻ എന്നവർ, അലിയാർ തങ്ങൾ, ഇവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ റാഷിദീങ്ങളായ സ്വഹാബികളല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ ക്രൂരനായി പോയത്? അവരൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരായിരുന്നു, ഖുലഫാ ഉർ റാഷിദുകൾ. നിങ്ങൾ എന്തേ ക്രൂരനായത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് ഭാഷാ പണ്ഡിതൻ കൂടിയാണ്. അറിയാലോ, അറബ് ഖുർആനിൽ ബാഇന് താഴെ 1 പുള്ളി, താഇന് മേലെ 2 പുള്ളി ഇതൊക്കെ ഇട്ടെടുത്ത് ഖുർആൻ നമ്മൾ ഇന്ന് ഓതുന്നത് ഈ ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചെയ്തൊരു ഖിദ്മത്താണ്. അതുകൊണ്ട് ആലിമീങ്ങളൊന്നും മൂപ്പരെ വല്ലാണ്ടങ്ങ് ചീത്ത പറയില്ല. ലഹു മിനല്ലാഹി മാ യസ്തഹിഖ്, അത്രേ പറയുള്ളൂ. അള്ളാഹിൻ്റെ അടുത്ത് മൂപ്പര് കിട്ടാനുള്ളത് കിട്ടിക്കോട്ടെ, നമ്മളൊന്നും പറയണ്ടെന്നാ പറയാം. കാരണം നമ്മളിന്ന് ഓതുന്ന ഖുർആൻ്റെ ആ ഒരു ഓത്തുന്നൊക്കെ ഒരു ഓഹരി കിട്ടിയാൽ കഴിച്ചിലേക്ക് പോകും. അതുപോലെ അപ്പൊ അദ്ദേഹത്തോട് പറയാം, നിങ്ങൾ എന്താ ഇങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തബാദറു ഉമർ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കണതില്ലേ? നല്ല ചോദ്യമാണ്. ഉമർ എന്നവർ നീതിമാനായ ഭരണാധികാരി, ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത ആള്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഉമർ എന്നവർ ഭരിച്ചത് ആരെയെന്നറിയോ? അബൂദറിനെ പോലെയുള്ള സ്വഹാബികളെ. തബാദറു, നിങ്ങളൊക്കെ ഒന്ന് അബൂദറായി, എന്നാ അതഅമ്മറുലക്കും, ഞാൻ ഉമറായി മാറിത്തരാം. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് മാത്രം ഒരു അടിക്കുറിപ്പ് ഞാൻ പറയാം. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞു തുടങ്ങുകയാണ്, പണ്ഡിതന്മാരെ, നിങ്ങളൊക്കെ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രങ്ങളായിരുന്നു. ഫസുറുത്തും ഹൈറ, നിങ്ങളെ കണ്ടിട്ടൊന്നും ഒന്നും പഠിക്കാൻ ആളുകൾക്കില്ലല്ലോ എന്ന് പറഞ്ഞങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ മൗനിയായി നിന്നിട്ടോ കുറേ ചീത്ത പറഞ്ഞു. എന്നിട്ട് പിന്നെ ഹദ്ദസനാ ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഒരു സഹാബി നബി തങ്ങളുടെ പേരും പറഞ്ഞ് തങ്ങളുടെ ഹദീസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഒരു ഹദീസ് പറയുമ്പോൾ അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഈ ചീത്ത പറച്ചിലൊക്കെ പറഞ്ഞത്. പണ്ഡിതന്മാരെ തിരുത്താണ്. അപ്പോൾ ഫുളൈൽ മഹാനായ സുഫിയാൻ എന്നവർ തല താഴ്ത്തിയിരിക്കുകയാണ്. കാന മുതഅത്തിഅൻ റഅസഹു, ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ നാണക്കേടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ മൂല്യന്മാർ എന്ത് മൂല്യന്മാരാണ്, നിങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഒക്കെ മനുഷ്യന്മാർ എല്ലാ കാലത്തും പറയും. മഹാനവറുകൾ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അത് പറഞ്ഞു, ഹാ ഹാ പടച്ചോനെ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞപ്പോ മഹാന്മാര് പറയാണ്, ഫുളൈൽ എന്നവരെ മൗനിയാക്കി കളഞ്ഞു സുഫിയാൻ എന്നവര്. പിന്നെ മറുപടിയില്ല. ഞങ്ങൾ മോശക്കാരാന്നല്ലേ? ഞങ്ങൾ പണ്ഡിതന്മാർ മോശക്കാരനെ ആയിരിക്കാം, പക്ഷേ ഞങ്ങൾ നല്ലവരെ, നിങ്ങളെപ്പോലെയുള്ള മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാ. അതുകൊണ്ട് രക്ഷപ്പെടുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വലിയ ആൾക്കാരായതുകൊണ്ടല്ല, ഞങ്ങൾക്ക് സജ്ജനങ്ങളെ ഇഷ്ടമുണ്ട്. ഇത് പറയുന്നത് ഇന്നത്തെ കാലഘട്ടം ആത്മീയമായ കണക്ഷൻ നഷ്ടപ്പെട്ടൊരു കാലം. കുറേ അറിവുണ്ട്, ഒരുപാട് നമുക്ക് മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും അത് പറയുന്നവരും യൂട്യൂബർമാരും ലൈവ് ചാനലും അല്ല, ഇവിടെ കുറേ ലൈവ് ചാനലൊക്കെ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങൾ പരസ്യം കൊടുക്കരുത് എന്ന് ഞാൻ പറയണേ. ലൈവ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പരസ്യം കൊടുത്തിട്ട് എന്ത് ചെയ്യും? അത് കേടെടുത്തു. നല്ലൊരു ഇബാദത്ത്, നല്ലൊരു കാര്യം എന്ത് ചെയ്യും? ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണേ. നമുക്ക് എല്ലാ പൈസയും പറ്റൂല, ഞാനത് പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പേരിലൊരു ചാനൽ ഇവിടെ നടക്കുന്നുണ്ട്, അതിൽ പരസ്യം വരില്ല. മറ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയാണ്, അധികം ആളുകൾ ഇത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായ. പക്ഷേ കുറച്ച് ആളുകൾ ഇതിനിടയ്ക്ക് ഇതിലൊക്കെ വരുമാനം വന്നോട്ടെ, എന്ത് ഈ പെണ്ണുങ്ങൾ ചാടി കളിക്കണതും മ്യൂസിക് ഇട്ടിട്ട് വല്ലാതെയും പല പരസ്യങ്ങളും വരും. ഇതിന്നൊക്കെ കിട്ടുന്ന പരസ്യക്കാർ കൊടുക്കുന്ന പൈസ യൂട്യൂബിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ അല്ലേ, അതൊന്നും തൊയ്യവല്ല, നല്ല മുതലല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് പൊരുത്തവുമല്ല, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവത്ത് ചെയ്തോളൂ, ആളുകൾക്ക് എത്തിച്ചു കൊടുത്തോളൂ. പക്ഷെ എന്ത് ചെയ്ത് മോണിറ്റൈസ് ചെയ്യരുത്, ദയവ് ചെയ്ത്. നിങ്ങൾക്ക് അത് പറ്റൂല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്. ഒന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് അതിനോട് ദേഷ്യമൊക്കെ തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾക്ക് ഖൈർ വരാൻ വേണ്ടി പറയാണ്. അള്ളാഹു വിചാരിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ നിങ്ങൾക്ക് വേറെ വഴിക്ക് അല്ലാഹ് തരും. ഇത് നിങ്ങൾ ദഅവത്തിന് വേണ്ടി മാത്രം. അത് നമ്മുടെ KCR ആയാലും ഏത് ചാനലായാലും ലോക്കൽ ചാനലായാലും എന്തായിരുന്നാലും എല്ലാവരും അങ്ങനെ ചെയ്യണം. പറഞ്ഞാലൊന്നും അവർ കേൾക്കലൊന്നുമില്ല, വേറെ വിഷയം. ഓരോന്നാലും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് പറയാം,
ലസ്നാ സ്വാലിഹീൻ ഫഇന്നാ നുഹിബ്ബു സ്വാലിഹീൻ. അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസിയുടെ കിതാബുണ്ട് സഫ്വത്തുസ് സഫ്വ. മുതഅല്ലിമീങ്ങളൊന്ന് മുതാല ചെയ്യണേ. മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതത്തെ വരച്ചു കാണിച്ച ഒരു കിതാബാണ്. അല്ലാമ ഇബ്നുൽ ജൗസി അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി വല്ല വാഇലായിരുന്നു, മുഅല്ലിഫായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു പോകും. 10,000-കണക്കിന് ആളുകൾ ദീനിലേക്ക് ഷഹാദത്ത് ചൊല്ലി വന്നത് മഹാന്റെ വാള് കേട്ടിട്ടാണ്. അങ്ങനത്തെ ഒരു മഹാനുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. അവരുടെ ഒരുപാട് കിതാബുണ്ട്. അതിൽപ്പെട്ട സഫ്വത്തുസ് സഫ്വ മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്ന കിതാബാണ്. കടഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്നാണ് ആ വാക്കിനർത്ഥം. അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോഴേ നമ്മളൊക്കെ വെറുതെ കിണറ്റിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ പുറം ലോകം കണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുള്ളൂ. നമ്മൾ ഇട്ടാവട്ടത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു പോകും. ഒന്ന് ദൂരത്തേക്ക് നോക്കുമ്പോഴാണ് ഇത് കമ്പാരിസൺ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ ഒന്ന് എഴുതി വെക്കണേ, മറന്നു പോവുകയാണെങ്കിൽ സഫ്വത്തുസ് സഫ്വ ഇബ്നുൽ ജൗസി ഒന്ന് മുതഅല എൻ്റെ കിതാബിൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ചേക്കെ, നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ സഖരിയ്യ ദിമശ്ഖി മഹാനവറുകൾ പറയുന്നൊരു സംഭവം സഫ്വത്തുസ് സഫ്വയിൽ അല്ലാമ ഇബ്നുൽ ജൗസി ലൗ ഖുയ്യിറതു അൻ ഉഅമ്മറ 100 സനത്തിൻ ഫീ ത്വാഅത്തില്ലാഹ്. ഇത് മുഹിബ്ബീങ്ങൾക്ക് ആശിഖീങ്ങൾക്ക് കൽബിലേക്ക് എടുക്കാനുള്ള ഒരു വാക്കാണ്. ലൗ ഖുയ്യിറതു അൻ ഉഅമ്മറ 100 സനത്തിൻ ഫീ ത്വാഅത്തില്ലാഹ്. എക്കോ ഉണ്ടോ? എക്കോ ഒന്ന് കുറക്കാൻ കിട്ടുമോ? അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് 100 വർഷം ജീവിക്കാൻ എനിക്ക് അള്ളാഹു അവസരം നൽകുകയാണെങ്കിൽ, ലൗ ഖുയ്യിറതു, എനിക്ക് അള്ളാഹു ഒരു ചാൻസ് തന്നു എന്നിരിക്കട്ടെ, അന്നു അമ്മറ 100 സന, 100 വർഷം എനിക്ക് ആയുസ് വേണോ വേണ്ടേന്ന് ചോദിച്ചു. അതും ഫീ ത്വാഅത്തില്ല, വെറുതെ കുതിര കളിച്ച് നടക്കാനല്ല, അള്ളാഹിനെ അനുസരിച്ചിട്ട് തന്നെ 100 കൊല്ലം ജീവിക്കാൻ നമുക്ക് വേണോ, അല്ല ഈ 54 പോണോ? ഇതാ ചോദ്യം. നമ്മൾ ആരെങ്കിലും പോകുന്ന റെഡിയാവോ? അല്ലാഹു തന്നക്കെന്നല്ലേ പറയുള്ളൂ. 100 കൊല്ലെങ്കിൽ 100 അത് പോരായിരുന്നു. പക്ഷെ 100 അത്രയല്ലേ ഓഫറുള്ളൂ. എന്നാൽ പിന്നെ 100 പോരട്ടെ എന്ന് പറയില്ലേ? അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ സഖരിയ്യ ദിമശ്ഖി തങ്ങൾ പറയാ, മഹാനവറുകൾ ഈ പറഞ്ഞത് ഇബ്നുൽ ജൗസി തങ്ങൾ ഉദ്ധരിക്കുകയാണ് സഫ്വത്തുസ് സഫ്വയിൽ. ഞാൻ എന്തു ചെയ്യും? 100 വർഷം ജീവിക്കണോ? ഔ അൻ ഉഖ്ബല ഫീ യൗമി ഹാദാ, ഇന്ന് മരിക്കണോ? ഇന്ന് വരണോ ഖബറിലേക്ക്? അല്ലെങ്കിൽ 100 കൊല്ലം വേണോ? ഇതാ ചോദ്യം കേട്ടോ. ഇന്ന് പോരുന്നോ ഖബറിലേക്ക്, അല്ല 100 കൊല്ലം നിൽക്കുന്നുവോ? അങ്ങനെ ഒരു ചോദ്യം എന്നോട് നിങ്ങളോടും അള്ളാന്റെ ഒരു മലക്ക് വന്ന് ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്തായിരിക്കും നമ്മൾ മറുപടി പറയാ? ഇന്ന് പോരണോ? പലതും പൊരുത്തപ്പെടിക്കാൻ ബാക്കിയുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒന്ന് 2 ദിവസം തരണ്ടേ, എന്നാലേ കുറെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് വാട്സപ്പിലാണെങ്കിലോട് ചോദിച്ചിട്ട് മറുപടി ഇട്ടണ്ടേ, പൊരുത്തപ്പെടിക്കണ്ടേ? എന്നെങ്കിലും ഇപ്പൊ പോരണോന്നാ ചോദിക്കണത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എന്ത് മറുപടി കൊടുക്കും? മഹാനായ ഇബ്നു അബീ സഖരിയ്യ ദിമശ്ഖി, ഞാൻ പറയും ലഖ്തറതു അൻ ഉഖ്ബല ഫീ യൗമി ഹാദാ ഔ സാഅതി ഹാദി, ഇന്ന് ഈ നേരത്തെ ഇപ്പൊ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല, ഇന്ന് വൈകുന്നേരം ആവോളെന്നല്ല, ഇപ്പൊ എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയും. എന്തിനെന്നറിയോ? ഷൗഖൻ ഇലല്ലാഹ്, അള്ളാഹനെ കാണാൻ കൊതിയായിട്ട്. ഇവരാണ് ആരിഫീങ്ങൾ. അല്ലാഹ് എന്തിന് ഞാൻ അങ്ങനെ പറയുന്നു? ഷൗഖൻ ഇലല്ലാഹ് വ ഇലാ റസൂലിഹി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് കൊതിക്കാണ്. വ ഇല സ്വാലിഹീന മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ സ്വർഗ്ഗലോകത്ത് കാണാൻ കഴിയുമെങ്കിലോ ഞാൻ ആ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് റബ്ബേ നീ 100 കൊല്ലം തന്നെ വെച്ചേക്കണം, ഇപ്പൊ കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയും എന്ന മറുപടി മഹാനായ ഇബ്നുൽ ജൗസി തങ്ങളെ സഫ്വത്തുസ് സഫ്വയിൽ പഠിപ്പിക്കുകയാണ്. ഷൗഖൻ ഇലല്ലാഹ്. ഇന്ന് കിട്ടേണ്ടത് ഇതാണ്. അറിവ് ഇങ്ങനെ വെറുതെ വായിച്ചാൽ, ഇബ്ലീസിന് ഇപ്പോൾ അറിവില്ല, ഭയങ്കര അറിവില്ല ആളല്ലേ. മൂപ്പർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും? ഭയങ്കര ആലിമല്ലേ. മൂപ്പർക്ക് ഇല്ലാതെ പോയത് ഷൗഖുൻ ഇലല്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. ത്വാഅത്തുല്ല മഹബ്ബത്ത്, ഷൗഖൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ഒരു കൊതി, കാണാൻ കൊതിയായിട്ട് വയ്യ. അങ്ങനെ ഉണ്ടാവില്ല ഒരു ആഗ്രഹം. അവങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങും, കുറേ കാണാൻ തുടങ്ങും. ഇനി എന്നാ റബ്ബേ നേരിട്ട് കാണാവോ? അങ്ങനെ തോന്നൂലേ? ഷൗഖൻ ഇലല്ലാഹ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരവും സമ്പത്തും സൗന്ദര്യവും എല്ലാം അല്ലാഹു നൽകിയതിന് ശേഷം മഹാൻ പറഞ്ഞ പ്രാർത്ഥന, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ മുസ്ലിമായി ജീവിപ്പിക്കണമേ, മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളിലേക്ക് എന്നെ ചേർത്തി തരണമേ.
ഇത് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ദുആ ചെയ്തു. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് തവഫനീ മുസ്ലിമൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. പാവപ്പെട്ട ഒരു മിസ്കീനായ ഫഖീറായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ദുആ ചെയ്താൽ നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കൂല. എന്തേ? മുഅ്മിനായി മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തി തരണമേ. എല്ലാവരും പറയുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥന പറഞ്ഞത് ഈജിപ്തിന്റെ രാജാവാണ് യൂസുഫ് അലൈഹിസ്സലാം. ഈജിപ്തിൽ കൊണ്ടുപോയി പൗരത്വം നേടിക്കൊടുത്തുകൊണ്ടാണ് അള്ളാഹു ഈജിപ്തിന്റെ ഭരണാധികാരിയായ യൂസുഫ് നബി അള്ളാഹു അവരോധിക്കുന്നത്. യൂസുഫ് നബി ഈജിപ്തുകാരനല്ല, അവിടുത്തെ പ്രവാസിയാണ്. യൂസുഫ് നബിയുടെ നാട് കൻആനാണ്, ജോർദാൻ സൗദിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗം. ആ ഭാഗത്തുള്ള മഹാനവറുകളെ പൊട്ടക്കിണറ്റ് എറിയപ്പെട്ട് യാത്രക്കാരാൽ ചുമക്കപ്പെട്ട് ഈജിപ്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ട് അസീസു മിസ്ര വരെ വാങ്ങിച്ചിട്ട് ജയിലിൽ കടന്നിട്ട് അവസാനം സ്വപ്നവ്യാഖ്യാനത്തിന്റെ പൊലിമ കൊണ്ട് ഉയർച്ചയിലേക്ക് വന്നു അള്ളാഹു നബിയായി സ്ഥാനം കൊടുത്ത് അലങ്കരിച്ച് ഈജിപ്തിന്റെ ഭരണാധികാരിയായി സിംഹാസനത്തിൽ അള്ളാഹു കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ ഒരു വലിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വലിയ സിവിലൈസേഷൻ ഹബ്ബായിരുന്നു വന്ന് ഈജിപ്റ്റ്. അവിടെ ഒരു പ്രവാചകൻ അവരോധിക്കണം, അവിടെ ഒരു ദഅവത്ത് നടക്കണം, അവിടെ നാട്ടുകാരെ നന്നാവണം എന്ന റബ്ബിന്റെ തീരുമാനം അല്ലാഹു നടപ്പാക്കുന്നത്. വിദേശിയായ ഒരു കൊച്ചു പൗരനെ, ഒരു കൊച്ചു മോനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് രാജാവ് തന്നെ കഫാലത്ത് ഏറ്റെടുത്തിട്ട് രാജാവിന്റെ വീട്ടിൽ വളർന്ന ഒരാൾക്ക് പിന്നെ പൗരത്വത്തിന്റെ ചോദ്യം വരൂല, രാജാവ് വളർത്തിയ ആളല്ലേ. അങ്ങനെ നാടിന്റെ പൗരത്വം നേടിയിട്ട് മഹാനവറുകളെ അള്ളാഹു ഈജിപ്തിന്റെ സിംഹാസനം വരെ എത്തിച്ചപ്പോഴേ മുതലാളിമാർക്ക് മുതലാളിമാരുമായി ചില ബന്ധങ്ങൾ ഉണ്ടാകും. അവരുടെ കണക്ഷൻ അങ്ങനെയായിരിക്കും. മിസ്കീന്മാർക്ക് മിസ്കീന്മാരുമായി ബന്ധമുണ്ടാകും. ഇതിൽ ഇടത്തരക്കാരായ ആളുകൾ രണ്ടു കൂട്ടരുമായി ബന്ധം കാണും. മഹാനായ യൂസുഫ് നബി ദുആ ചെയ്യുന്നത് രാജാവിന്റെ പവറിൽ നിൽക്കുന്ന മഹാനവറുകൾ. അന്ന് ലോകത്തിന്റെ ഭരണാധികാരികളുണ്ട് പല ഭാഗങ്ങളിൽ. തുർക്കി ആസ്ഥാനമായ റോമൻ സാമ്രാജ്യമുണ്ട്, ഇറ്റലി ആസ്ഥാനമായി റൂമിയ സംസ്കാരമുണ്ട്, യൂനാനുണ്ട്, ഗ്രീക്ക് സംസ്കാരമുണ്ട്, ഇന്ത്യൻ സംസ്കാരമുണ്ട്. ബഗ്ദാദിന്റെ ഇങ്ങ് വടക്കേ അറ്റത്ത് കിടക്കുന്ന ബാബിലോണിയൻ സംസ്കാരങ്ങളുണ്ട്. അവിടൊക്കെ രാജാക്കന്മാർ വിലസുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കിടപിടിക്കുന്ന ആളുകൾ ഇവരൊക്കെ ആയിരിക്കാം. പക്ഷേ ആ മഹാനായ പ്രവാചകൻ ദുആ ചെയ്ത ദുആ തവഫനീ മുസ്ലിമാ, രാജാവോ അധികാരമോ സമ്പത്തോ എന്റെ കയ്യിൽ തന്നുകൊണ്ട് മരിപ്പിക്കണേ എന്നല്ല പ്രാർത്ഥന, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്ക് അത്ഭുതമാണ്, വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. പടച്ചവനെ, സജ്ജനങ്ങളായ എത്രയോ മിസ്കീന്മാർ കാണും, മിസ്കീന്മാർ, ഫുഖറാകള്, സ്വാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ദുനിയാവ് താഴെ ഇറക്കി വെച്ച് നടന്നവരാണ്. അത്തരക്കാർ വരെ സ്വാലിഹീങ്ങളിലുണ്ട്. ആര് തന്നെയാണെങ്കിലും റബ്ബേ, നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളിലേക്ക് എന്നെ ചേർത്തേണമേ. എന്നല്ലാതെ രാജാക്കന്മാരിലേക്ക് ചേർത്തണേ, VIP-കളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിത്തരണേ എന്നല്ല ചോദിച്ചത്. അല്ലാഹുവേ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിലേക്ക് എന്നെ എത്തിച്ചു തരണമേ. അവരിയ്ക്കുന്ന സ്വർഗത്തിലേക്ക് എന്നെ എത്തിച്ചു തരണമേ. അത് സ്വാലിഹീങ്ങളിലേക്ക് എത്താനുള്ള യൂസുഫ് നബിയുടെ ഷൗഖാണ്, ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ സക്കരിയ്യ ദിമഷ്ഖി ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം. യൂസുഫ് നബി ആഗ്രഹിച്ച പോലെ, ഷൗഖ് ചെയ്ത പോലെ, എന്നെ റബ്ബേ ഈ നിമിഷം കൊണ്ടുപോയാലും ഞാൻ റെഡിയാണ്. അല്ലാഹു നമുക്ക് ഷൗഖ് തരട്ടെ, ഹുബ്ബ് തരട്ടെ. പുണ്യ നബിയോട് വന്ന് ചോദിച്ചില്ലയോ, എന്നാണ് നബിയെ ഖിയാമത്ത് നാൾ? ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, ചോദിച്ച ജിബ്രീലേ, നിങ്ങളെക്കാൾ ചോദിക്കപ്പെട്ട ഞാനായ മുർസലായ എനിക്ക് ഒരറിവും അതിനെക്കുറിച്ചില്ല. എന്നാണെന്ന ഡേറ്റും കൊല്ലവും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈസാ നബി വരുന്നതെന്നാണ്, മഹ്ദി ഇമാം വരുന്നതെന്നാണ്, എന്നാണ് ഖിയാമത്ത് നാൾ, ഇത് ഗൈബിയായ വിഷയമാണ്. മുത്ത് നബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കാത്തതാണ്. അത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമേ എന്ന് പറയുകയാണ്. ഇത് ഗൈബായ വിഷയമാണ്. ജനങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അസ്വസ്ഥത വരും. എന്തെങ്കിലും പറഞ്ഞ് ഡേറ്റ് എങ്ങാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്തത് നടന്നില്ലെങ്കിൽ ദീനിനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ വരും. അള്ളാഹുവിന്റെ ഹബീബിനെ അറിയിച്ചു കൊടുക്കാത്ത അറിവാണിത്. അതുകൊണ്ട് അത്തരം അറിവുകൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് ഗൈബിയാണ്, ഹബീബിനെ അറിയിക്കാത്തതല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറിയാത്തത്. അങ്ങനെ തന്നെ കിടന്നോട്ടെ.
ഹബീബായ നബിയോട് വന്ന് ചോദിച്ചു, എന്നാണ് നബിയെ ഖിയാമത്ത് നാൾ? അതിന് ഹബീബായ നബി കൊടുത്ത മറുപടിയാണ്, മാ അഅദത്ത ലഹാ. ആ ഡേറ്റ് എന്നാണ് എന്നറിയുന്നതല്ല വിഷയം, അത് എന്നും വരാം. അത് വരുന്ന നാളേക്ക് നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നബി ചോദിച്ചപ്പോൾ ആ മനുഷ്യന്റെ മറുപടി, മാ അഅദത്തു ലഹാ മിൻ കതീരി സ്വലാത്തിൻ വലാ സിയാം. ഒരുപാട് സുന്നത്ത് നോമ്പുകളോ സുന്നത്ത് നിസ്കാരമോ എൻ്റെ കയ്യിലില്ല നബിയേ. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരേ ഒരു സംഗതി, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. എനിക്ക് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും പെരുത്ത് ഇഷ്ടമാണ് നബിയേ. എനിക്ക് വല്ലാത്ത സ്നേഹമാണ് അങ്ങയോട്. ആ ഒരു ഇബാദത്ത് മാത്രമേ ഖിയാമത്തിൽ രക്ഷപ്പെടാൻ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ആ ഒരു സ്വഹാബിയുടെ വചനം, ആ ഒരു മറുപടി, അത് ഷൗഖാണ്, ഹുബ്ബാണ്. ഹബീബായ നബി തങ്ങൾ, അൻത മഅമൻ അഹ്ബബ്ത. നിങ്ങൾ ആരെയാണോ ഖൽബ് കൊണ്ട് സ്നേഹിച്ചത്, നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരിക്കാൻ അവസരമുണ്ടാകും. ഖിയാമത്ത് നാൾ എന്നാണെന്ന് ചോദിച്ചു വന്നപ്പോ, നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോ, നബിയെ ഞാൻ ഒരുക്കി വെച്ചത് അങ്ങയോടുള്ള ഹുബ്ബാണ്, സജ്ജനങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് പറയുന്ന പോലെ ഹബീബിനോടായി പറയുന്നത്, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. അല്ലാഹുവിനെയും അവന്റെ ഹബീബിനോടും എനിക്ക് സ്നേഹമുണ്ട് നബിയെ. അപ്പോഴാ നബിയുടെ മറുപടി, എന്നാൽ പേടിക്കണ്ട, നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് നിങ്ങൾ അവരോടൊപ്പമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹബ്ബത്തിന്റെ ആ ഒരു ബലത്തിൽ, അല്ലാഹു ഇൽമും അറിവും കുറഞ്ഞു പോയ, തെറ്റുകൾ കൂടിപ്പോയ, ജഹൽ കൂടിപ്പോയ നമ്മെ അല്ലാഹു ഈ മഹബ്ബത്തിന്റെ ബലത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة. ألا അറിയണമേ, മനസ്സിലാക്കണമേ, ഇതൊരു അറിവാണ്, ശ്രദ്ധിക്കണമേ. ഇന്ന ഔലിയാ അല്ലാഹു ആരെയാണോ ഇഷ്ടപ്പെട്ടത്, ആരൊക്കെയാണോ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവർ, അവര് ലാ ഖൗഫുൻ അലൈഹിം, വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് പേടി വേണ്ട, വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സങ്കടവും വേണ്ട, അവർക്ക് സങ്കടപ്പെടേണ്ടതില്ല. നാളെ ഖിയാമത്ത് നാളിൽ, നാളെ ഖിയാമത്തിലേക്ക് വരുമ്പോൾ റബ്ബേ എൻ്റെ വിചാരണ എന്താകുമെന്ന് പേടിക്കേണ്ട അവസ്ഥയും അവർക്ക് വരില്ല. പക്ഷെ ഒരൊറ്റ കാര്യമാണ്, ഔലിയാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളായി മാറുക എന്ന ഒരു പണി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? എന്നാൽ നിങ്ങളെ പേടിക്കുന്ന പേടിയെല്ലാം അസ്ഥാനത്താണ്, നിങ്ങൾക്ക് പരിഹാരമാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഈ ലോകത്തും നാളെ പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട്. പുണ്യ നബിയോടാണ് വന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അതാ റജുലുൻ മിൻ അഹ്ലിൽ ബാദിയത്തി റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തേക്ക് കാട്ടറബികളിൽപ്പെട്ട ഒരാൾ, ഒരു ബദുവായ ഒരു അറബി പുണ്യ നബിയുടെ അരികത്തേക്ക് വന്നു എന്ന ചരിത്രം മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഹദീസ് ഇമാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖബിർനി അൻ ഖൗലില്ലാഹ് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നബിയെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലയോ സൂറത്തു യൂനുസിൽ, അല്ലദീന ആമനു, ആരാണ് ഔലിയാക്കൾ എന്നതിന് അല്ലാഹു കൊടുത്ത ഡെഫിനിഷൻ, അല്ലദീന ആമനു, ഖൽബ് കൊണ്ട് അല്ലാഹുവിൽ ഈമാനുള്ളവരാണ്, വകാനൂ യത്തഖൂൻ, കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചവരുമാണ്. അത്തരം ആളുകളാണ് ഔലിയാക്കന്മാർ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നബിയേ, ദുനിയാവിലും നാളെ പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞില്ലേ? ദുനിയാവിൽ സന്തോഷമോ നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു സന്തോഷം നമ്മൾ ആരെങ്കിലും എന്ന് പറയുന്നുണ്ടോ? എന്താണ് നബി അതിൻ്റെ അർത്ഥം? അത് സ്വപ്നമാണോ? എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നബിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മനോഹരമായ റാഹത്തിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. അത് മദീനയുമായി നമ്മൾ പണിയുന്ന പാലമാണ്. ആ പാലം മുറിഞ്ഞാൽ പിന്നെ ഏത് പാലത്തിൽ പോയാലും
റൂട്ട് ശരിയാവില്ല. ഹബീബിനോടുള്ള പാലം, അത് ബ്രിഡ്ജിങ് ശരിയാവണമെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹബീബിന്റെ റൂഹിലേക്ക്, ഹബീബിലേക്ക് നമ്മൾ കൊടുക്കുന്ന സ്വലാത്ത് ഒരു മുഅ്മിനിന്റെ പവറാണ്. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമല്ലേ. എനിക്ക് ഇന്ന ആളുണ്ട്, എനിക്ക് അയാളുടെ നമ്പർ അറിയാം, എനിക്ക് അയാളെ പരിചയമുണ്ട്. ചിലർ പറയൂലേ, ആ MLA എൻ്റെ ആളാ, മന്ത്രി എൻ്റെ ആളാ, ഞാൻ വിളിച്ചാൽ പോലീസുകാരൻ ഇങ്ങോട്ട് വരും. ഇത് ദുന്യാവിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ ഹബീബിന്റെ ആളാണെന്ന് പറയാൻ കഴിഞ്ഞാൽ നാളെ രക്ഷപ്പെടും കേട്ടോ. അതുകൊണ്ട് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ, ഹബീബിന്റെ സൂചന ളമീറുകൾ മടക്കുമ്പോൾ പോലും സ്വലാത്തു ചൊല്ലണമെന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൽ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സന്തോഷം നൽകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫഹിയ റുയൽ ഹസന തുറാലിൽ മുഅ്മിനി ഫയുബശ്ശറു ബിഹാ. സജ്ജനങ്ങളായ ആളുകൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു സത്യസന്ധമായ സ്വപ്നം നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല സ്വപ്നങ്ങൾ കിട്ടും, നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും. ഫഹിയ റുയൽ ഹസന യുബശ്തുറാലിൽ മുഅ്മിൻ യുബശ്ശറു ബിഹാ. ആ സ്വപ്നത്തിലൂടെ അല്ലാഹു ചില സന്തോഷങ്ങൾ ഇങ്ങനെ കൊടുക്കും. പുണ്യനിബിതങ്ങളെ ചിലപ്പോൾ ചിലർ കാണുമ്പോൾ കണ്ടു, പക്ഷെ മുഖം കൊണ്ട് തെളിഞ്ഞില്ല, പക്ഷേ ഇത് റസൂലാണെന്ന് എനിക്ക് തോന്നി. അവിടുത്തെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് നനഞ്ഞു, ഞാൻ ഉറങ്ങിണീറ്റപ്പോൾ കണ്ണിൽ നനവുണ്ട്, പക്ഷെ എനിക്ക് കണ്ട മുഖമോർമ്മ വരുന്നില്ല. സാരമില്ല, അതൊരു ബുഷ്റയാണ്, അതൊരു സന്തോഷമാണ്. ഇത് അങ്ങനെ തന്നെ കൃത്യമായ മുഖം കാണാൻ അല്ലാഹുവേ തൗഫീഖ് തരണേ എന്ന് ചോദിച്ചോളൂ. അല്ലാഹു അത് കാണിച്ചു തരും, അല്ലാഹു കാണിച്ചു തരട്ടെ. ഹബീബായ നബിയെ കാണുന്നത്, നാളെ ഹിസാബിനെ കുറിച്ചുള്ള സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് സ്വാലിഹീങ്ങളുടെ കൈപിടിക്കുന്നത് കാണുന്നത്, സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ പോയിരിക്കുന്നത് കാണുന്നത്, സ്വാലിഹീങ്ങൾ ചെയ്യുന്ന നസീഹത്ത് കേൾക്കുന്നത്, അവരുടെ ദർസിലിരിക്കുന്നത്, അവരുടെ കൂടെ ദിക്ർ ചൊല്ലുന്നത്, അവരുടെ കൂടെ യാത്ര പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ കാണുന്നുവെങ്കിൽ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ, ഇവിടെ ഇരിക്കുന്ന ഈ 100 കണക്കിന് ആളുകളിൽ എത്രയോ ആളുകൾ അല്ല, നിങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാവാം. അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്ക് പ്രത്യേക വേഷവിധാനങ്ങളില്ല. അറിയപ്പെടുന്നത് പോലും അവരറിയില്ല എന്നതാണ്. അവരറിയപ്പെടുന്നവരാണ്, അവരെ പറ്റി ലോക ആളുകൾക്കറിയാം അവർ ആരാണെന്ന്, പക്ഷെ അവർക്കറിയില്ല അവർ അറിയപ്പെടുമെന്ന്. അതാണ് ഔലിയാഇന്റെ അടയാളങ്ങളിൽ ഒന്ന്. വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. അത്തരം ആളുകൾ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത മിസ്കീന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്നവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ടവരുണ്ട്, ഉണ്ടാകും, ഉറപ്പാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ. അതുകൊണ്ട് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ, ആണുങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളോട് ഹുബ്ബുള്ള, അസൂയയില്ലാത്ത നല്ലവരോട് മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ആരോടും പറയണ്ട. അത് അള്ളാഹു നൽകുന്ന ഒരു മുബശ്ശിറായ സ്വപ്നത്തിലൂടെ നൽകുന്ന സന്തോഷ വാർത്തയാണ്. അത് അള്ളാഹു നൽകുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. അവിടെ വെച്ചിട്ടേച്ചു പോകരുത്. ചില നിബിധങ്ങളെ സ്വപ്നം കാണാൻ ഇങ്ങനെ കൊതിക്കും. അള്ളാഹു ചിലപ്പോൾ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്താൽ പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസാ, ഞാൻ ഇന്നലെ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ട് നീച്ചതാ, കഴിഞ്ഞു മോനെ, കഴിഞ്ഞു കാര്യമൊന്നുമില്ല, പറയണ്ട. അത് സ്വകാര്യമാണ്. നിങ്ങളോട് ആത്മാർത്ഥമായ നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ളവരോട് മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ മിണ്ടാതെ വെച്ചോളൂ. അള്ളാഹു അങ്ങനെ ഒരു സൗഭാഗ്യം തന്നാൽ അത് വർദ്ധിപ്പിക്കാനും നാളെ യഖ്ലത്തിൽ ഹബീബായ നബി ഞങ്ങളെ കാണാനുമുള്ള സൗഭാഗ്യത്തിന് ചോദിക്കണം. അത് ദുന്യാവിൽ യഖ്ലത്തിൽ നബിയെ കിട്ടുമോ ഇല്ലയോ അലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷേ നാളെ സ്വർഗത്തിൽ ഉറപ്പായും അള്ളാഹു സാധിപ്പിച്ചു തരുമെന്നല്ലേ. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നിർത്തരുത്, അവിടെ നിർത്തരുത്. അതൊരു ബോർഡറാണ്. ബോർഡർ കഴിഞ്ഞ് മുന്നോട്ട് പോകണം. അവിടെ നിന്ന് ബാക്കോട്ട് അടിച്ചു പോകരുത്. സ്വപ്നം കണ്ടു പിന്നെ അവർ പിന്നെ വഴിക്കുണ്ടാവില്ല. ഞാൻ കണ്ടല്ലോ, കഴിഞ്ഞു. അങ്ങനെയല്ല, അതൊരു ചെറിയ വാതിൽ തുറന്നിട്ടേ ഉള്ളൂ. അതിനുള്ളിലൂടെ കയറി ചെന്നിട്ട് വേണം അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക്. ഇതാണ് ദുന്യാവിൻ്റെ അനുഭവം. നമ്മൾ ഈ ചോറ് വെച്ച് കിടന്നുറങ്ങി ഇങ്ങനെ എണീറ്റ് കല്യാണം തക്കാരം കഴിഞ്ഞ് ഇങ്ങനെ മരിച്ചു പോകുക എന്നല്ലാണ്ട് ഈ ഒരു ലോകത്തെക്കുറിച്ച് ബോധമില്ലാതെ ജീവിച്ചാൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അവരും ചോറ് വെച്ച് ഉറങ്ങുന്നില്ലേ? ചോറല്ല പുല്ല്. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഉറങ്ങുന്നു. നമ്മൾ അവരും തമ്മിൽ എന്ത് വ്യത്യാസം? നമ്മൾ അല്ലാഹു ആദരിച്ചത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ ഒരു ലോകമുണ്ട്, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അപ്പോൾ തങ്ങൾ ബാബ പറയായിരുന്നു, നമ്മളൊക്കെ ശരീരത്തിൻ്റെ അടിമകളായിട്ട് മാറുക. ആ ശരീരത്തെ നമ്മൾ അടിമയാക്കണം. ശരീരം നമ്മൾ അടിമയാക്കണ കാലം. തടിക്ക് എന്താ തോന്നുന്നത് അത് ചെയ്യാൻ. ഇതിനാണ് ഹവൻ നഫ്സ് എന്ന് പറയാ, ശരീരത്തിൻ്റെ ഇച്ഛകൾ എന്ന് പറയും. അതിനെ നമ്മളങ്ങോട്ട് അടക്കി പിടിച്ചാലേ റൂഹിനെ അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റൂ. റൂഹിനെ ഉഷാറ് കിട്ടും, റൂഹിന് ഊർജ്ജം ഉണ്ടാവും. റൂഹിന് ഊർജ്ജമുണ്ടായാൽ പിന്നെ അള്ളാഹു നമുക്ക് വലിയൊരു പവർ തരും.
ആ പവർ റബ്ബിൻ്റെ ഖുർബ് സമ്പാദിക്കാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ എന്ന് പറഞ്ഞതിനർത്ഥം റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് വേറെയുണ്ട്. വഫിദ് ദുനിയാ അർറുയ സ്വാലിഹ യറാഹൽ അബ്ദ്, ഒരു മനുഷ്യൻ ദുനിയാവിൽ കാണുന്ന സ്വപ്നമാണ്. വഫിൽ ആഖിറതി അൽ ജന്ന, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗ്ഗമാണ്. ഇത് കിട്ടാൻ എന്തേ വേണ്ടു? ഔലിയാ അല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവനാണ്, എനിക്ക് അല്ലാഹനെ ഇഷ്ടമാണ്, ഹബീബായ തങ്ങളെ ഇഷ്ടമാണ്. പിന്നെ എല്ലാ സ്വഹാബികൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ആലിമീങ്ങൾ അങ്ങനെ വരണം. മേലെ നിൽക്കുന്നത് അല്ലാഹു, പിന്നെ നബിതങ്ങൾ സ്വല്ലല്ലാഹു, പിന്നെ അമ്പിയാക്കന്മാർ, അത് കഴിഞ്ഞാൽ സ്വഹാബികൾ, അത് കഴിഞ്ഞാൽ പിന്നെ ആലിമീങ്ങളായ സ്വാലിഹീങ്ങൾ, ശുഹദാ, സജ്ജനങ്ങൾ, അങ്ങനെ വരണം. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കൊടുക്കുന്ന സന്തോഷം എന്നത്, അള്ളാഹു പരലോകത്ത് വെച്ച് കൊടുക്കുന്ന സന്തോഷം അൽ ജന്ന, സ്വർഗമാണ്. അള്ളാഹു നമുക്കത് നൽകണമേ തമ്പുരാനെ. എന്തായാലും മരിക്കുന്ന ഉറപ്പല്ലേ, നല്ല ഉറപ്പ് കിട്ടണ വരെ എന്നല്ല. എനിക്ക് അള്ളാഹ് ഇപ്പോൾ ഭയങ്കര ഉറപ്പാണ്, നിസ്കാരമൊന്നുമില്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. വഅബ്ദു റബ്ബക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറേ നേരം ഞങ്ങൾ ഇരിക്കണ്, ഒന്ന് കാലിൻ്റെ തരിപ്പൊക്കെ ഒന്ന് മാറാം. തായ്കുട്ടിക്ക് കറാഹത്തല്ലേ, മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ റസാഖ് മൗല അവറുകളൊക്കെ ഉസ്താദൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ, റസാഖ് മൗല അവറുകൾ ഇവിടെ ഇരിക്കുന്നു, വേറെ ഉസ്താദന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവരൊന്നും എണീക്കേണ്ട. സദസ്സിലുള്ളവർ നമുക്കൊരു ഉന്മേഷം കിട്ടാനും, നിങ്ങൾ ഇരുന്ന സീറ്റ് അപ്പുറത്തൊക്കെ ഒന്ന് മാറി, നിങ്ങൾ ഇരുന്നിടത്ത് അടുത്ത ആളെ ഇരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഒന്ന് മാറി സ്ഥലം മാറി കൊടുക്കുക. കൂട്ടത്തിൽ ആ പേഴ്സൊക്കെ ഒന്ന് തുറക്കി, ബക്കറ്റ് വരുന്നുണ്ട്, ഇരുത്തിയപ്പോൾ ശരിയാവില്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 സ്വലാത്ത് ചൊല്ലാണ്. നമ്മൾ ഈ പരിപാടിക്ക് ഒരുപാട് ചിലവുണ്ട്, അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ 250, എത്ര മുത്തഅല്ലിമീങ്ങൾ? 285 മുത്തഅല്ലിമീങ്ങൾ. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയുടെ ജൂനിയർ കോളേജാണിത്. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 27,000 റുപ്യ ചിലവ് അല്ലേ? 27,000 രൂപ ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ 150 കുട്ടികളായിട്ടുള്ളൂ. ബാക്കി ഒരു 135 കുട്ടികൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. 27,000 രൂപ ഒരു വർഷത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോൾ പറയണ്ട, നിങ്ങൾ നിയത്ത് ചെയ്ത് വെക്കി. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആൻ്റെ മുമ്പ് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം? ഒന്ന് അത് ഏറ്റെടുത്ത് സഹായിക്കണം ഇൻഷാ അല്ലാഹ്. ഒരു 135 കുട്ടികൾ എന്തായാലും ഇന്ന് റെഡി ആവണം. ഒരു കൊല്ലത്തേക്കല്ലേ, നമുക്കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. നീയത്ത് വെച്ചോളി, സാധിക്കും. നീയത്തില്ലാത്ത കുഴപ്പമേ ഉള്ളൂ, സാധിക്കാത്തതല്ല. നീയത്തുണ്ടോ സാധിക്കും. 135 ആയാൽ നിർത്തൂട്ടോ. പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പുതിയ കുട്ടി വന്നിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വളണ്ടിയർമാർ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ കഴിയുന്ന സഹായം നിങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 3 സ്വലാത്ത് അത് റാഹത്തിൽ ചെല്ലണം. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ചൊല്ലിത്തതിന് ശേഷം അത് നിങ്ങൾ ചൊല്ലുക. കൂട്ടത്തിൽ നമ്മുടെ അൽ ലിവാ 23 പറഞ്ഞ ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചുള്ള ഒരു വളരെ മനോഹരമായൊരു ബുക്ക് ഞാനത് വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച്, അത് എന്ത് ചെയ്യണം? ഒരു 100 രൂപ കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ വാങ്ങണം. 2,000 കോപ്പി ഇവരുടെ കയ്യിലുണ്ട്. ഇവിടുത്തെ അലുമിനി, നമ്മുടെ ജൽവ യൂണിയൻ, ഇവിടുത്തെ കുട്ടികളുടെ മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടായ്മയാണ്. അവർ പുറത്തിറക്കിയ ഒരു നല്ലൊരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥം. അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങിക്കണേ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 3 ചിറ്റ് ഒരു സഹോദരി, അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ചല പൂർത്തിയാക്കി കൊടുക്കട്ടെ. വേറെയും സഹോദരിമാർ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. സന്താരി മിസ്സാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. 20 ഒരു കുട്ടനെ ഏറ്റെടുത്തില്ലേ? അള്ളാഹു അക്ബർ. സഹോദരി നല്ലൊരു സ്വാലിഹത്തായ വരനെ കിട്ടണം അല്ലേ? അല്ലാഹു തആല സ്വാലിഹത്തായ ഇണയെ അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ. 3 സ്വലാത്ത് ചൊല്ലുക. സല്ലു അലൈഹി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിക്ക് ഇത് നബി ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലി. ഒരണക്കായ ഹബീബിൻ്റെ മുഹബ്ബീങ്ങളുടെ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് അല്ലാഹു ചെയ്തു കൊടുക്കുന്നുവെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ ഒരു 3 സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്ഥലം അങ്ങോട്ട് മാറി കൊടുത്താലേ നന്നാവും കേട്ടോ. ഒന്ന് ഇപ്പുറത്ത് ഒരാൾ, നിങ്ങൾ ഇരുന്നിടത്ത് ഇപ്പുറത്ത് ആളിരിക്കുക. കുറേ മാറണമെന്നല്ല. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്